ആശയമാണ് കിട്ടിയത് എന്ന് ഞാൻ ചില കുട്ടങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ടീച്ചർ ട്രെയിനർ കൂടിയാണ്. അപ്പൊ ചോദിക്കുമ്പോൾ അവരൊരാള് പോലും പറയാത്തൊരു കാര്യമാണ് മോട്ടോർ വകുപ്പ് നമ്മളോട് പറഞ്ഞു. എന്തായിരുന്നു അതില്? ആ പെൺകുട്ടി പുറകിൽ ഗോ 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 എന്നാ ജംഗ്ഷനിൽ സിഗ്നൽ വന്നിട്ടും എന്ന് പറയുന്നു. ഓർമ്മയുണ്ടോ ആർക്കും? ഇല്ലല്ലോ. ഏറ്റവും നന്നായി മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ചെറുപ്പക്കാരൻ തൊട്ട് പുറകിലിരിക്കുന്ന കാമുകിയുടെ ഗോ ഗോ എന്ന് പറഞ്ഞത് കേട്ട് ട്രാഫിക് ലൈറ്റിനെ അവഗണിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ട് എടുത്തത് കൊണ്ടുണ്ടായ ദുരന്തമാണ് ആ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു തീം. പക്ഷേ അത് ആരുമേ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പിന്നീട് മാറ്റി വരികയാണ്. അയാളുടെ ലൈഫിൽ തന്നെ അയാൾ വേറൊരു രീതിയിലാണ് ഇയാൾ ഇത് മറന്നുപോയല്ലോ. ഫാസിന്റെ മോൻ ഫഹദ് ഫാസിൽ, സോറി അപ്പൊ പ്രായമായി ഞാൻ പറഞ്ഞു മനസ്സിലായി. ഫഹദൊക്കെ അങ്ങനെയായി മാറുന്നത് ഈ ദുരന്തം മുഴുവൻ. അതുകൊണ്ട് മോട്ടോർ സൈക്കിൾ മെക്കാനിക്സ് എന്നുള്ള പുസ്തകം വായിക്കണം ചെറുപ്പക്കാരൊക്കെ. നിങ്ങൾക്ക് അതിനൊരു ഫിലോസഫിക്കൽ വ്യാഖ്യാനത്തെ കുറിച്ച് മനസ്സിലാവും. മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അനന്തതയിൽ എവിടെ വരെയെങ്കിലും പോവാം, എങ്ങനെയെങ്കിലും പോവാം എന്ന് കരുതി മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോകും. നഗരത്തിൽ അങ്ങനെ ഓടിക്കരുത്. നിങ്ങൾക്ക് വിശാലമായ ഇടങ്ങളിൽ അതുപോലെ മോട്ടോർ സൈക്കിൾ ഓടിക്കാം. ദയവായി നഗരത്തിൽ അങ്ങനെ ഓടിക്കരുത്. ആസിഫ് അലിയോട് നിങ്ങൾക്ക് ആരാധനയുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, എന്റെ സ്പീഡ് കൊണ്ട് ആസിഫ് അലിയെ പോലെ ഒരു നടൻ അല്ലെങ്കിൽ അതുപോലെ ഒരാൾക്ക് ഒരു ആപത്ത് സംഭവിക്കുമോ എന്ന് ആലോചിക്കുക. തീർച്ചയായിട്ടും ആസിഫ് അലിയോട് നിങ്ങൾ പുറത്തു പറയുന്ന സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ ആക്സിഡന്റിനെ കുറിച്ച് അദ്ദേഹം പറയും. അത് ആലോചിച്ചുകൊണ്ട് ഞാൻ സ്പീഡ് കുറയ്ക്കും. നേരാണ്, വേണമെങ്കിൽ ലൈറ്റ് സ്പീഡ് വന്നിട്ട് ഒക്കെ പോവാം. എന്റെ ഡ്രൈവർമാരോട് പറയും പാടില്ല, പതുക്കെ പോവുക. രാത്രിയിൽ പോകുമ്പോൾ ഭയങ്കര സ്പീഡിൽ വരുന്ന മോട്ടോർ സൈക്കിൾ കുട്ടികളെ കുറിച്ച് എന്റെ ഹസ്ബൻഡ് ദേഷ്യം പിടിക്കും. ഞാൻ പറയും ആ പ്രായമല്ലേ പൊക്കോട്ടെ എന്ന് ഞാൻ പറയും. പക്ഷെ അപ്പോഴും ഞാൻ പറയും പ്രായമല്ലേ പൊക്കോട്ടെ എന്ന് എല്ലാവരും ആലോചിക്കണമെന്നില്ല. കാരണം നിങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ ആർക്കായിരിക്കും കൂടുതൽ സംഭവിക്കാമെന്ന് ആലോചിക്കണം. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഓർക്കുക. നിങ്ങൾക്ക് ആക്സിഡന്റ് ആയി നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുമ്പോൾ നിങ്ങൾ അമ്മയെ എന്ന് വിളിച്ച് കരയില്ല. എൻ്റെ അമ്മയെ എന്ന് വിളിച്ച് നിങ്ങളുടെ അച്ഛാന്ന് വിളിച്ച് കരയിലുണ്ടാവും. ഓർക്കുക, എല്ലാവർക്കും ഒരു അമ്മയുണ്ട് എന്ന് ഓർക്കുക. നിങ്ങൾ വല്ലാതെ വേഗതയിൽ പോകുമ്പോൾ നിങ്ങളുടെ അമ്മയെ ഓർക്കുക, നിങ്ങളുടെ കാമുകിയെ ഓർക്കുക, നിങ്ങളുടെ കുഞ്ഞനുജനെ അത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും സ്നേഹമുള്ളത് ഓരോ പ്രായത്തിൽ ഓരോ പ്രയോറിറ്റിയാണ്. അവരെ നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് ആപത്തിലെത്തിയാൽ മറ്റൊരാൾക്ക് ഇതുപോലെ മറ്റൊരാളുടെ കാമുകിയാണ് നിങ്ങൾ ഇരിക്കുന്നതിൽ ഉണ്ടാകുന്ന വേദന, നിങ്ങൾക്ക് ആക്സിഡന്റ് പറ്റിയാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വേദന, നിങ്ങളുടെ കാമുകിക്ക് ഉണ്ടാകുന്ന വേദന, അമ്മയുടെ വേദന, അച്ഛന്റെ വേദന, മക്കളുടെ വേദന, അതെല്ലാം നിങ്ങളൊന്ന് ഓർത്താൽ എന്റെ സഹോദരൻ ആദ്യം ഭയങ്കര സ്പീഡ് വണ്ടി കൊടുക്കുന്നതാണ്. അവന്റെ കൂടെ കോടതി ഇൻഷുറൻസ് സ്പെഷ്യൽ എടുക്കണം.